CPIM മെമ്പർഷിപ്പിൽ ഇടിവുണ്ടായതായി പാർട്ടി കോൺഗ്രസിൽ വിലയിരുത്തൽ. കേരളത്തിലും പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രായപരിധി വ്യത്യസ്ത മാനദണ്ഡത്തിലാണെന്ന് PB അംഗം BB രാഘവലു പറഞ്ഞു. പ്രായപരിധിയിൽ ഇളവ് നൽകേണ്ടതുണ്ടോ എന്ന കാര്യം നാളെ പരിഗണിക്കുമെന്നും BB രാഘവലു പറഞ്ഞു. ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ചേരുന്നത്. ദീപക്, ഇതിനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് മെമ്പർഷിപ്പിൽ ഇടിവുണ്ടായി എന്ന പാർട്ടി കോൺഗ്രസിലെ വിലയിരുത്തലാണ്. ഇപ്പോൾ തെറ്റുതിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ കോൺഗ്രസിന്റെ തീരുമാനം? ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള നടപടികൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടി കോൺഗ്രസിൽ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമായി പാർട്ടിയിൽ തെറ്റുതിരുത്തൽ പ്രക്രിയ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കൊൽക്കത്ത പ്ലീനത്തിൽ തീരുമാനിച്ചതാണ്. അത് പാർട്ടിയിൽ ഏതാണ്ട് കുറച്ചു കാലം നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും പാർട്ടിയിൽ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ വേണമെന്ന് പാർട്ടി കാണുന്നു. അതിൽ 2-3 കാര്യങ്ങളാണ് ഘടകം. ഒന്ന്, പാർലമെന്ററി വ്യാമോഹം ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയിലില്ലാത്ത ദുഷ്പ്രവണതകൾ കേഡർമാരിൽ വരുന്നു. രണ്ടാമത്തെ കാര്യം, പാർട്ടി അംഗങ്ങളിൽ വന്ന കുറവ്. ഈ രണ്ടും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സംഘടനാപരമായ ശക്തിയാർജിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊൽക്കത്ത പ്ലീനത്തിൽ നേരത്തെ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കി വിജയം കാണുകയും ചെയ്ത തെറ്റുതിരുത്തൽ പ്രക്രിയ, റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ വീണ്ടും ആരംഭിക്കാനുള്ള തീരുമാനം പാർട്ടി കോൺഗ്രസ് എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിലുള്ള ചർച്ച നടക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇതിനകം മന്ത്രി മുഹമ്മദ് റിയാസും PK ബിജുവും സംസാരിച്ചു. ഇനി ഡോക്ടർ R ബിന്ദുവാണ് സംസാരിക്കാനുള്ളത്. 3 പേരാണ് കേരളത്തെ പ്രതിനിധീകരിച്ച്. ഇതുകൂടാതെ N സുകന്യ മഹിളാ ഫെഡറേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ഇന്ന് രാത്രി തന്നെ മറുപടി പറഞ്ഞു തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം നാളെയാണ് ചർച്ചയ്ക്കുള്ള മറുപടി. പക്ഷേ അത് മുന്നോട്ടാക്കാനുള്ള ആലോചന PBയിൽ എടുത്തിട്ടുമുണ്ട്. കാരണം ഇന്ന് രാത്രി PB യോഗം ചേരാനുണ്ട്. നാളത്തെ നടപടിക്രമങ്ങൾ തീരുമാനിക്കണം. നാളത്തെ CCയിൽ പുതിയ PB അംഗങ്ങളുടെയും പാർട്ടി ജനറൽ സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കുന്ന നടപടിക്രമത്തോടുകൂടി പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗികമായ പരിപാടികൾക്ക് സമാപനമാകും. പിന്നീട് സമാപന സമ്മേളന റാലിയാണ്. മധുരയെ ചെങ്കടലാക്കിക്കൊണ്ടുള്ള വലിയ റാലിയാണ് തമിഴ്നാട് ഘടകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രവിധ. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങളുമായി മധുരയിൽ നിന്ന് ചേർന്നത്. അപ്പോൾ ഇതോടൊക്കെ ഒപ്പം ആരാണ് പുതിയ ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ നമ്മളും ഉറ്റുനോക്കിയാണ്. അത് MA ബേബി ആണോ? അങ്ങനെ ഒരു സൂചനയും വരുന്നുണ്ട്. ബംഗാൾ ഘടകത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്.